തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, അന്ധനായൊരു മനുഷ്യൻ ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചു. ഒടുവിൽ അയാളുടെ പ്രാർത്ഥനകൾക്ക് മുമ്പിൽ ദൈവം ഇറങ്ങി വന്നു. ദൈവം അയാളോട് ചോദിക്കുന്നു, കുഞ്ഞെ, നിനക്ക് എന്ത് വേണം? അയാൾ കാഴ്ചയുടെ വരത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം അയാളുടെ കണ്ണുകളിൽ തൊട്ടു. അയാൾക്ക് കാഴ്ച ലഭിച്ചു. കാഴ്ച ലഭിച്ച ആ മനുഷ്യൻ കണ്ണു തുറന്നു. തൻ്റെ മുമ്പിൽ ദൈവം. തൊട്ടടുത്ത നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദൈവമേ, എന്നെ വീണ്ടും നീ അന്ധനാക്കണമേ. ദൈവം അയാളോട് ചോദിച്ചു, ഒരായുഷ്കാലം മുഴുവൻ നീ തപസ് ചെയ്തത് ഈ കാഴ്ചയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോൾ നീ ആവശ്യപ്പെടുന്നു വീണ്ടും എന്നെ അന്ധനാക്കണമേ. ഉടനെ അയാൾ വിളിച്ചു പറഞ്ഞു, ദൈവമേ, അങ്ങയെ കണ്ട കണ്ണുകൾ കൊണ്ട് ഞാനിനി മറ്റൊന്നും കാണാതിരിക്കട്ടെ. ദൈവമേ, അങ്ങയെ കണ്ട കണ്ണുകൾ കൊണ്ട് ഞാനിനി മറ്റൊന്നും കാണാതിരിക്കട്ടെ. വിശുദ്ധനായ ഇഗ്നേഷ്യസ് ലയോള, ഒരുപാട് മോഹങ്ങളും മോഹഭംഗങ്ങളും ഉള്ള മനുഷ്യൻ. ജീവിതത്തിൽ എപ്പോഴോ അയാൾ ദൈവത്തിൻ്റെ പരമമായ സത്യത്തിലേക്ക് എത്തിയപ്പോൾ ലയോള കുറിച്ചു വെച്ചു, ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ ഈ ഭൂമി എനിക്ക് വിരസമായി തോന്നുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല. എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ അലയുന്നുണ്ട്. പക്ഷേ എപ്പോഴാണോ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്നത്, അവിടെ മാത്രമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ദാഹം ശമിക്കുന്നത്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞത്, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിലെത്തുവോളം എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്. ഫോർ യു ഹാവ് മെയ്ഡ് us for yourself, our heart is restless until it rests in you. ഇന്ന് പലരുടെയും ജീവിതത്തിലെ റെസ്റ്റ്ലെസ്നെസ്സിൻ്റെ കാരണം, അനേക ചെറുപ്പക്കാർ ഒരു ഗതിയും കിട്ടാത്തതുപോലെ അലഞ്ഞു നടക്കുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് ചിലപ്പോഴെങ്കിലും ഈ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ അഭാവമാണ്. അതുകൊണ്ട് നമുക്കും അന്ധനായ മനുഷ്യനെ പോലെ പറയാം, ദൈവമേ, അങ്ങയെ കണ്ട കണ്ണുകൾ കൊണ്ട് മറ്റൊന്നും ഞാനിനി കാണാതിരിക്കട്ടെ. അതുകൊണ്ട് ദൈവത്തെ കാണാൻ, ദൈവത്തെ അറിയാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.